ഹോം സ്റ്റേ ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്ന വീഡിയോ സീരീസിൻ്റെ 6ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതിനു മുന്നുള്ള വീഡിയോകളിൽ നമ്മൾ എങ്ങനെ ഒരു ഹോം സ്റ്റേ അല്ലെങ്കിൽ ഒരു സർവീസ് വില്ല സ്റ്റാർട്ട് ചെയ്യാം, അതിൻ്റെ ലാഭം എത്ര, അതുപോലെ തന്നെ കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അപ്രൂവലേഷൻ എങ്ങനെ വാങ്ങാം, അതുപോലെ ഇതിൻ്റെ മാർക്കറ്റിംഗ് ഏത് രീതിയിൽ നടത്താം എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും അത്തരത്തിലൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഹോം സ്റ്റേ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ സർവീസ് വില്ല ഹോം സ്റ്റേ ബിസിനസ്സിലേക്ക് വരുന്നവർക്ക് ഈ ഒരു വീഡിയോ എന്തായാലും സഹായകമാകും. ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഹോം സ്റ്റേ അല്ലെങ്കിൽ സർവീസ് വില്ല ലീസിനോ റെൻറ്റിനോ എടുത്ത് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ നോർമൽ ഉള്ളതിനേക്കാൾ കുറച്ചും കൂടി ബെനിഫിറ്റ്സ് ഇത്തരത്തിലുള്ള ഹോം സ്റ്റേയിൽ നിന്നും അതുപോലെ തന്നെ സർവീസ് വില്ലകളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കേരളത്തിലെ മേജറായിട്ടുള്ള ടൂറിസം ഡെസ്റ്റിനേഷനിൽ ഹോം സ്റ്റേ അല്ലെങ്കിൽ സർവീസ് വില്ല ബിസിനസ് നടത്തുന്നതിൽ ഒരു 90% ആളുകളും അവരാരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടികൾ ലീസിനോ അല്ലെങ്കിൽ റെൻറ്റിനോ വാങ്ങി നടത്തുന്നവരാണ്. അതിൽ തന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ മാസ റെൻറ്റിനാണ് കൂടുതലുള്ള ബിസിനസ് ഡീലുകളും നടക്കുന്നത്. ലീസിൻ്റെ പരിപാടി ഉണ്ടെങ്കിലും അത് വളരെ കുറവാണ്. എല്ലാവർക്കും ഈ റെൻറ്റിൻ്റെ പരിപാടി, മാസം ഒരു റെൻറ്റ്, ഒരു സെക്യൂരിറ്റി റെൻറ്റ് കൊടുത്ത് ഹോം സ്റ്റേ എടുത്തിട്ട് അത് റൺ ചെയ്യുന്നതാണ്. അത്തരത്തിൽ ഹോം സ്റ്റേസ് ധാരാളം ഇവിടെയുണ്ട്. അതായത് ഇപ്പോൾ ഈ മൂന്നാർ, വാഗമൺ സൈഡിൽ, മൂന്നാറിൽ കുറച്ച് കുറവാണ്. വാഗമണിലായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഈ പുറമേയൊക്കെ വിദേശത്തൊക്കെ പോയ ആളുകൾ, അതുപോലെ തന്നെ ഈ അവിടെ ഈ എറണാകുളം ഏരിയയിലുള്ള ചില ആളുകളൊക്കെ അവരുടെ കുറച്ചൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഇവിടെ സ്ഥലം മേടിച്ച് വീടുകളും കാര്യങ്ങളൊക്കെ പണിയുന്നുണ്ട്. പക്ഷേ അവർക്കിത് വന്ന് ഇവിടെ നോക്കി നടത്താനോ അല്ലെങ്കിൽ ഒരു ഹോം സ്റ്റേ നടത്താനോ ഒന്നും അവർക്ക് അതിനുള്ള സമയമോ കാര്യങ്ങളോ ഇല്ല. അപ്പോൾ അവർ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇത് കൊടുക്കുകയാണ്. മിക്ക ആളുകളും ഒരു മാസം റെൻറ്റിന്, അത് നല്ലൊരു വരുമാനം ഈ പറയുന്ന ആൾക്ക് കിട്ടും, അതായത് ആ പ്രോപ്പർട്ടിയുടെ ഓണർക്ക് കിട്ടും. അപ്പോൾ ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടികൾ ഇപ്പോൾ മൂന്നാറിൽ, വാഗമണിൽ, അതായത് കേരളത്തിലെ മേജറായിട്ടുള്ള ഡെസ്റ്റിനേഷനുകളിൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു തരാം. പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എടുക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു 90% നിങ്ങളെടുക്കുന്ന പ്രോപ്പർട്ടി നിങ്ങൾക്ക് റെൻറ്റിനായിട്ടും കിട്ടുള്ളൂ. അതായത് ഈ മേജറായിട്ടുള്ള ഡെസ്റ്റിനേഷനിലെല്ലാം തന്നെ റെൻറ്റിൻ്റെ പരിപാടിയാണ്. ഇതിൻ്റെ പ്രോപ്പർട്ടി ഓണർമാരെ റെൻറ്റിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം അവർക്ക് ഓരോ മാസവും ഒരു വലിയ ഒന്നുമില്ലാതെ തന്നെ ആ പ്രോപ്പർട്ടി മേടിച്ചതിൻ്റെ മുടക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ഒരു ഫിക്സഡ് ആയിട്ടൊരു ഇൻകം, അത് ചെറിയ എമൗണ്ട് അല്ല, ഒരു ഫിക്സഡ് ഒരു ഇൻകം അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ലീസിൽ ഒരു വലിയൊരു എമൗണ്ട് മേടിച്ച് ലോങ് ടൈമിലായിട്ട് ലീസിനൊക്കെ കൊടുക്കും. ഇപ്പോൾ ആരും തന്നെ അത് താല്പര്യപ്പെടാറില്ല. കാരണം എല്ലാവർക്കും തന്നെ ഒരു മാസം ഒരു വരുമാനം കിട്ടേണ്ട സെറ്റപ്പ് ആയത് കാരണം അങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇപ്പോൾ ഈ ഹോം സ്റ്റേനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നാട്ടിലൊക്കെ ഒരു ചെറിയ വീടൊക്കെ നമ്മൾ റെൻറ്റിന് എടുക്കുന്ന പോലെയല്ല. അവിടെ നിസ്സാര പൈസ കൊടുത്താൽ കിട്ടും. പക്ഷേ ഇവിടെ ഈ പറയുന്ന മേജർ ഡെസ്റ്റിനേഷനിലൊരു ഹോം സ്റ്റേ അല്ലെങ്കിൽ സർവീസ് വില്ല വീട് തന്നെ, അതിന് ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് മാത്രമുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ റെൻറ്റിന് എടുക്കുമ്പോൾ ഈ നാട്ടിൽ മുടക്കണതിനേക്കാൾ ഇരട്ടി പൈസ ഇവിടെ മുടക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ഇതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യം, അതായത് നിങ്ങളിത് ഒരു റെൻറ്റിനൊക്കെ എടുത്ത് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സംഗതി, അതായത് റെൻറ്റും ഇതിൻ്റെ ഹോം സ്റ്റേയുടെ മറ്റ് എക്സ്പെൻസിനേക്കാൾ മേളിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം എടുക്കാൻ ശ്രമിക്കുക. ഈ ഉറപ്പ് വരുത്തുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്യാവശ്യം മാർക്കറ്റിംഗ് വേണം എന്നുള്ള കാര്യമാണ്. ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വലിയൊരു റോക്കറ്റ് സയൻസോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇതിപ്പോൾ അടിസ്ഥാനപരമായി വളരെ സിമ്പിളായി മാറിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളൊന്ന് ചെറുതായിട്ട് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് ഈ പറയുന്ന ഗസ്റ്റും കാര്യങ്ങളൊക്കെ കയറാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഇതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അത് ആ വീഡിയോസ് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാർക്കറ്റിംഗ് അറിയാമെങ്കിൽ നമുക്ക് ഇപ്പോൾ വേറെ ആരുടെ ഒരു ഹെൽപ്പ് ഇല്ലാതെ തന്നെ നമുക്ക് ഈ പറഞ്ഞതിനേക്കാളും കൂടുതൽ, അതായത് ഇതിൻ്റെ ഒരു ഹോം സ്റ്റേക്ക് ഒരു മാസം വരുന്ന എക്സ്പെൻസിനേക്കാൾ കൂടുതൽ നമുക്ക് ഇത് ഉണ്ടാക്കാൻ, നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാനും പറ്റും. അതല്ല, നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ഗ്രാഹ്യം ഇല്ലാത്ത വരുന്ന ആൾക്കാരാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങളുടെ കൈ കൊള്ളും, നിങ്ങൾ മുടക്കുന്ന പൈസ പോവും. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഉദാഹരണമല്ല, ഞാനിപ്പോൾ മൂന്നാറിലും അതുപോലെ തന്നെ വാഗമണിലൊക്കെ കണ്ടുവരുന്നത്, ഞാൻ ഈ മൂന്നാർ വാഗമണെന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു ഏരിയ, അതിൻ്റെ ഒരു ഇത് ചുറ്റുപാടില്ല, നമ്മുടെ ഒരു വർക്കിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ. എനിക്ക് വയനാട്ടിലും അവിടെ ഒന്നും അത്ര അറിയില്ല, എങ്കിൽ ഈ ഒരു ഏരിയയിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ചില ആളുകൾക്ക് ഭയങ്കര ആഗ്രഹം തോന്നും, അതല്ലെങ്കിൽ ഇപ്പോൾ മൂന്നാർ വിസിറ്റ് ചെയ്യുമ്പോഴത്തേനും 3-4 ഫ്രണ്ട്സ് ചേർന്ന് നമുക്ക് മൂന്നാർ ഒരു പ്രോപ്പർട്ടി എടുക്കാമെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ആൾക്കാർ വരും. അപ്പോൾ അങ്ങനെ വരുന്ന ആളുകൾ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയുടെ ഓണറോട് എന്ന് പറയും, അല്ലെങ്കിൽ ഇങ്ങനെ ലീസിന് കൊടുക്കുക, അല്ലെങ്കിൽ റെൻറ്റിന് കൊടുക്കാനുള്ള പ്രോപ്പർട്ടിയുടെ ഓണറിൻ്റെ അടുത്ത് ചെന്ന് കോൺടാക്ട് ചെയ്യും. അപ്പോൾ ഓണർ ഒരു തുക പറയും. അവിടെ ആ തുക പറഞ്ഞിട്ട് ഇവരങ്ങ് എടുക്കും. ഇപ്പോൾ ആ പറയുന്ന തുക അനുസരിച്ച് ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആവുമോ
ഇതാവും, ഇതിനെക്കുറിച്ചൊന്നും ഒരു ചിന്തയില്ല. പിന്നെ ഇതെങ്ങനെ നടത്തണം, എങ്ങനെ മാർക്കറ്റിംഗ് നടത്തണം എന്നൊന്നും ഒരു ഇതില്ല. അപ്പോൾ അവരോടൊക്കെ നമ്മൾ ചിലരോട് ചോദിക്കുമ്പോൾ അത് എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് ബിസിനസ് തരും, എനിക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ പറയും. ഒന്നുമില്ല, അങ്ങനെയൊക്കെ ഒരു അറിവില്ലാതെ ഇത് എടുക്കുന്ന ആളുകൾ ഏറിപ്പോയി കഴിഞ്ഞാൽ ഇപ്പോൾ 2-3 വർഷത്തേക്കൊക്കെ ആയിരിക്കും എടുക്കുന്നത് റെൻറ്റിനായിട്ടാണെങ്കിലും. പക്ഷേ ഏറിപ്പോയ ഒരു 3 മാസം അല്ലെങ്കിൽ മാക്സിമം ഒരു 6 മാസം അതിനുള്ളിൽ കട്ടയും പടയും മുടങ്ങി അവർ തിരിച്ചു പോകും. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ പോകുകയല്ല. ഇപ്പോൾ ഒരു 3 മാസം ഒരു പുള്ളി നടത്തി, നിസാര ഗസ്റ്റ് ആയിരിക്കും കയറിയിട്ടുള്ളത്. അപ്പം 3 മാസം നടത്തുമ്പോൾ അല്ലെങ്കിൽ 6 മാസം നടത്തുമ്പോൾ ആ റെൻറ്റ് മൊത്തം ഈ ഓണർക്ക് കൊടുക്കണം. അവിടെ ഒരു ഡിസ്കൗണ്ടും ഇല്ല. പിന്നെ സെക്യൂരിറ്റി കൊടുക്കണം. ആ സെക്യൂരിറ്റി പിന്നെ പോകുമ്പോൾ തിരിച്ചു തരും. അത് എഗ്രിമെൻറ്റിൽ എങ്ങനെയാണോ എഴുതുന്നത് അതനുസരിച്ച് ഇത് തിരിച്ചു തരും. പക്ഷേ ഈ പ്രശ്നം റെൻറ്റ് പോവും, മറ്റ് എക്സ്പെൻസ് പോവും, അങ്ങനെ നല്ലൊരു എമൗണ്ട് കൊണ്ട് കളഞ്ഞിട്ട് പോകും. അപ്പോൾ അങ്ങനെ ദൈവത്തെ ഓർത്ത് ആരും ഇത് ചെയ്യരുത്. കാരണം ഇത് നോക്കി കളിക്കുകയാണെങ്കിൽ ഇതിന് അത്യാവശ്യം കുറച്ച് മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല എക്സ്പെൻസ് വരും. അതുപോലെ തന്നെ നിങ്ങൾ ഈ പ്രോപ്പർട്ടിയുടെ ഓണർമാരൊക്കെ ആയിട്ട് സംസാരിച്ച് റെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അഫോർഡബിൾ ആകുന്ന രീതിയിലൊക്കെ ചെയ്യാൻ നോക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നും അറിയാതെ ചുമ്മാ ഒന്ന് കാശ് കൊണ്ട് കളയരുത് എന്നുള്ളതാണ് അടിസ്ഥാനപരമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ വേറെയുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഒരു പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ മേജറായിട്ടുള്ള ഡെസ്റ്റിനേഷനിൽ ഒരു പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുമ്പോൾ ഇത് ഗസ്റ്റിന് ഇഷ്ടപ്പെടുന്നതാണ്. അതായത് ഗസ്റ്റ് വരാൻ ഉള്ള റോഡുണ്ടോ, അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ലഭ്യത എല്ലാ സമയത്തും. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ വെള്ളം കിട്ടില്ല ഈ വേനലായി കഴിഞ്ഞാൽ, അപ്പോൾ അതിനുള്ള എക്സ്പെൻസ് വേറെ വരും. അതുപോലെ തന്നെ റൂമിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ ഇതൊക്കെ എല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം. അതുപോലെ തന്നെ നിയറസ്റ്റ് ഡെസ്റ്റിനേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് മാത്രം. ഗസ്റ്റ് വരാൻ സാധ്യതയുള്ളതാണ്. മാർക്കറ്റ് ചെയ്താലും ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണോ എന്നും കൂടിയൊക്കെ നോക്കിയിട്ട് എടുക്കുക. ചുമ്മാ ചില ആളുകൾ ഒരു എവിടെയെങ്കിലും ഒരു വീട് കണ്ടു കഴിഞ്ഞാൽ അത് എടുക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയല്ല, അതും നോക്കിയിട്ട് എടുക്കുക. വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതിൻ്റെ എഗ്രിമെൻ്റ് എഴുതുന്ന സമയങ്ങളിൽ പ്രോപ്പറായിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി ഓരോ കാര്യങ്ങളും പറഞ്ഞ് കറക്റ്റായിട്ട് മാത്രം എടുക്കുക. അതായത് ഇതിൻ്റെ റേറ്റും അതുപോലെ തന്നെ എടുക്കുക. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം, ഇപ്പോൾ റെൻറ്റിന് എടുത്താലും നിങ്ങൾ 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ എടുത്തിട്ട് കാര്യമില്ല. 2-3 വർഷത്തേക്കെങ്കിലും മിനിമം എടുത്ത് ചെയ്യുന്ന രീതിയിൽ നിങ്ങളിത് ചെയ്യണമെങ്കിലാണ് നമുക്കത് ഒരു നല്ല രീതിയിലോട്ട് എത്താൻ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ബിസിനസ്, അതായത് ഹോം സ്റ്റേ അല്ലെങ്കിൽ സർവീസ് ബിസിനസ്സിൽ നല്ല രീതിയിൽ നോക്കി ചെയ്ത് കഴിഞ്ഞാൽ നല്ല പ്രോഫിറ്റും കാര്യങ്ങളും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. അതല്ലാതെ നമ്മൾ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാതെ ചുമ്മാ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തല്ല അങ്ങനെ വന്ന് ചെയ്ത് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് കാശ് പോവും. അങ്ങനെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കി ഇത് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ ഇതേ ഉള്ളൂ. എൻ്റെ ഈ ഒരു വീഡിയോ സീരീസിൽ ഇതിനെക്കുറിച്ച്, മാർക്കറ്റിങ്ങിനെക്കുറിച്ചും എൻ്റെ മറ്റു കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സമയം അനുസരിച്ച് അതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ശ്രമിച്ച് നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.